കോഴിക്കോട് മെഡിക്കൽ കോളേജ് നഴ്സിംഗ് ഓഫീസറായി PB അനിത ചുമതലയേറ്റു. ICU പീഡനക്കേസിലെ അതിജീവിതയും അനിതയ്ക്കൊപ്പമുണ്ടായിരുന്നു. 6 ദിവസത്തെ സമരത്തിന് പിന്നാലെ ഇന്നലെയാണ് അനിതയ്ക്ക് പുനർനിയമനം നൽകി സർക്കാർ ഉത്തരവിറക്കിയത്. ജോലിയിൽ തിരികെ കയറാനായതിൽ സന്തോഷമെന്നും സർക്കാർ അനുകൂല സംഘടനകൾ പ്രതികാര നടപടി സ്വീകരിക്കുമെന്ന ആശങ്കയുണ്ടെന്നും PB അനിത പറഞ്ഞു. സർക്കാരിൻ്റെ ഈ നിലപാടോട് എനിക്ക് ബഹുമാനവും സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ റിവ്യൂ പോകുന്നതിൽ എനിക്ക് കുറച്ച് വിഷമമുണ്ട്. സർക്കാരിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഹൈക്കോടതി ഉത്തരവിട്ടതാണല്ലോ. ഹൈക്കോടതിയുടെ വിധി എന്തായാലും പൂർണ്ണമായും സർക്കാരും അതിനോട് അനുകൂലിച്ചു എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് വന്ന ഓർഡറിൽ നിന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. റിവ്യൂ പോയാലും എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകും. സലാം, നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് അനിത ജോലിയിൽ തിരികെ കയറിയിരിക്കുന്നു. നേരത്തെ അവർ മെഡിക്കൽ കോളേജിൽ വഹിച്ചിരുന്ന അതേ തസ്തികയിൽ തന്നെ അവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ അവിടെ? സിഫുദ്ദീൻ, അല്പസമയം മുമ്പാണ് PB അനിത മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ച് ജോലിയിൽ പ്രവേശിച്ചത്. ഏതായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ഒഴിവുള്ള വിഭാഗം ഏതാണോ അവിടേക്കായിരിക്കും അനിതയുടെ നിയമനമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുപ്രകാരമാണെങ്കിൽ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ഒഴിവുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയായിരിക്കും അനിതയുടെ നിയമനം. നേരത്തെയുള്ള തസ്തികയിൽ തന്നെയായിരിക്കും നിയമനമെങ്കിൽ കൂടിയും വിഭാഗത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ ജോലി ചെയ്തിരുന്ന വിഭാഗത്തിലായിരിക്കില്ല ജോലി എന്നതാണ് നമുക്ക് പ്രാഥമികമായി അറിയാൻ കഴിഞ്ഞത്. ഏതായാലും വളരെ സന്തോഷമാണ് ഈ നിയമനം ലഭിച്ചതിന് പിന്നാലെ അനിത മാധ്യമങ്ങളെ കണ്ടപ്പോൾ പങ്കുവച്ചത്. അതോടൊപ്പം തന്നെ ചില അതൃപ്തി കൂടി പങ്കുവെക്കുന്നുണ്ട്. നിയമനം സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് വൈകിയതിലുള്ള അതൃപ്തിയാണ് PB അനിത പങ്കുവച്ചത്. കൂടാതെ ചില ആശങ്കകൾ കൂടിയാണ് അനിത പറഞ്ഞത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സൈബർ അറ്റാക്ക് അടക്കമുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വളരെ ജെനുവിനായിട്ടുള്ള ഒരു വിഷയത്തിൻ്റെ ഒപ്പം നിന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു നടപടി, പ്രതികാര നടപടി ഉണ്ടായത്. ഇതിൻ്റെ തുടർച്ച ഉണ്ടാകുമോ എന്ന ഒരു ആശങ്ക കൂടിയാണ് PB അനിത പങ്കുവെക്കുന്നത്. ഏതായാലും ICU പീഡന കേസുമായി ബന്ധപ്പെട്ട് ഇരക്കൊപ്പം നിന്നു എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് സർക്കാർ എടുത്ത് ഈ തീരുമാനം അല്ലെങ്കിൽ ഈ നടപടി വളരെ തെറ്റായിപ്പോയി എന്ന് ശക്തമായൊരു വിമർശനം പങ്കുവെച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. നിയമനം നടത്തിയതിൽ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഇതോടൊപ്പം കൂടെ നിന്ന എല്ലാ മാധ്യമ പ്രവർത്തകരടക്കമുള്ള പൊതുജനങ്ങളോടൊക്കെ തന്നെ ഉള്ള ഒരു നന്ദി അവർ പങ്കുവെച്ചു. അതിനുശേഷമാണ് ചില ആശങ്കകൾ പങ്കുവെച്ചത്. പ്രധാനമായും ഇക്കാര്യത്തിൽ സർക്കാർ റിവ്യൂ ഹർജി, അതായത് പുനഃപരിശോധനാ ഹർജി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. സ്ത്രീകൾക്കൊപ്പമാണ് അല്ലെങ്കിൽ സ്ത്രീപക്ഷമാണ് സർക്കാർ എന്ന് പറയുമ്പോൾ കൂടി ഇതര സ്ത്രീകളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇത്തരമൊരു വലിയ ഗൗരവമായ ഒരു പ്രശ്നത്തിൽ സ്ത്രീകളുടെ അതിജീവിതക്കൊപ്പം നിന്ന കാരണത്തിൽ തനിക്കെതിരെ എടുത്ത നടപടി, ഈ ഒരു പ്രതികാര നടപടി തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് എന്ന് സംശയിക്കേണ്ടി വരും. ഇതടക്കമുള്ള കാര്യങ്ങളാണ് പങ്കുവച്ചത്. ഏതായാലും അതിജീവിതക്കൊപ്പമാണ് PB അനിത ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത്. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധങ്ങളിലും സമരങ്ങളിലും അവരോടൊപ്പം നിന്ന എല്ലാവരും തന്നെ ഈ PB അനിതയോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ കാണുകയും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തത്. ഏതായാലും വളരെ സന്തോഷം അവർ പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ ചില ആശങ്കകളും ചില അതൃപ്തിയും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഈ റിവ്യൂ ഹർജിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ സർക്കാർ ഏത് തരം നിയമ നടപടികളിലേക്കാണ് കടക്കുന്നത്, അല്ലെങ്കിൽ കോടതിയിൽ കൃത്യമായി നിയമം വെച്ചുകൊണ്ട് തന്നെ നിയമ പോരാട്ടം നടത്തിക്കൊണ്ട് തന്നെ തനിക്കനുകൂലമായ വിധി അല്ലെങ്കിൽ തനിക്കനുകൂലമായ അല്ലെങ്കിൽ തൻ്റെ ഇക്കാര്യത്തിലുള്ള ഒരു ശരി കോടതിയിൽ തെളിയിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് PB അനിത പ്രധാനമായും പറഞ്ഞത്. കൂടാതെ മറ്റൊരു കാര്യം പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കോടതി ഉത്തരവുണ്ടായിട്ട് പോലും നിയമനം നൽകാൻ കോളേജ് അധികൃതർ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് അധികൃതരും കൂടാതെ സർക്കാരും ആരോഗ്യവകുപ്പും തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് താൻ നൽകിയ കോടതിയലക്ഷ്യ കേസുമായി. ശരി സലാം, എന്തായാലും PB അനിത തിരികെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലിക്ക് കയറിയിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് സലാം മുഹമ്മദ്.